ഹലോ ഗൈസ്. നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന്റെ റിവ്യൂ കാര്യങ്ങൾ ഒരുപാട് വന്നു. എനിക്ക് എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി 2024 മഞ്ഞുമൽ ബോയ്സ്. കാരണം ഈ ഒരു ജോണറിൽ ഈ ഒരു സാധനം വന്നിട്ട് ഇത്രയും എഫക്റ്റീവ് ആക്കാൻ പറ്റും. നല്ല രീതിയിൽ ഇമോഷൻസ് കണക്ട് ചെയ്ത് സെറ്റാക്കാൻ ഡയറക്റ്റ് ചിദംബരം എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് അതിന് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ സുഷിഷാമാണ്. സുഷിഷാമ ആ മ്യൂസിക് ഇട്ട് അത് കയറ്റിക്കൊണ്ട് വരുന്ന ലെവല് വേറെ രീതിയിലാണ്. അപ്പം മസ്റ്റ് വാച്ച് മൂവിയാണ്. കാരണം ഫ്രണ്ട്ഷിപ്പിന്റെ കഥയൊക്കെ പറയുന്നത് നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഓരോരോ ത്രില്ലിങ് മൊമെന്റ്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നല്ല രീതിയിൽ സാധിച്ചിട്ടുണ്ട് അവർക്ക്. ഇമോഷൻസ് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് അവിടെ ഹാപ്പി ആവും, നമ്മൾ ഹാപ്പി ആവും. അവിടെ എന്താ പറയാ സങ്കടം വരുന്ന സമയത്ത് നമുക്ക് അതേ ഫീലിംഗ് തന്നെ ഉണ്ടാവും. അതേ ഫീലിംഗ് പേടി വരുന്നുണ്ട്, ആ പേടി വരുന്ന ഫീലിംഗ് അതേപോലെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു റിയൽ ആയിട്ടാണ്. ഓക്കെ, റിയൽ ആയിട്ട് നടന്നൊരു സംഭവത്തെ കുറിച്ച് ആസ്പദമായിട്ട് നടത്തുമ്പോൾ ആ ഒരു നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആ സിനിമയിൽ നിന്ന് കിട്ടണം. ഓക്കെ, ആ രീതിയിലുള്ള സാധനമൊക്കെ കൈകാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ നല്ല രീതിയിൽ കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. പിന്നെ അതിനകത്ത് കുറച്ച് മെസ്സേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ട്രിപ്പിങ്ങിന് പോകുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് അതിന്റെ അകത്തൂടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ആ സിനിമ കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ആ മൈൻഡിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓടി വരും. ഓക്കെ, അനാവശ്യമുള്ള കാര്യങ്ങൾ പോയി എടുത്ത് ചാടാതിരിക്കുക എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ നല്ല രീതിയിലാണ് ഇതിനകത്ത് രക്ഷയില്ല. പിന്നെ ശ്രീനാഥ് വാസി എനിക്ക് തോന്നുന്നു അതിനകത്ത് സൗണ്ട്സും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം നമുക്കൊരു എന്താ പറയാ ഗുഹയിൽ നിന്ന് കുഴിയിലെ കേവില് വീണിട്ട് അതിന്റെ പുറത്തോട്ടോ അകത്തുനിന്നൊക്കെ വരുന്ന സൗണ്ട്സും കാര്യങ്ങളൊക്കെ എഫക്റ്റീവ് ആയിട്ട് ഒരുപാട് സൗണ്ട് കൊടുക്കാതെ നല്ല രീതിയിൽ അത് നമുക്ക് റിയൽ ആയിട്ട് തോന്നുന്ന രീതിയിൽ അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നല്ല രീതിയിലുള്ള സിനിമയാണ്. എല്ലാവരും മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ഞാൻ വേറൊന്നും പറയുന്നില്ല, കാരണം സ്പോയിലർ ആയി കഴിഞ്ഞാൽ മോശമാണ്. സ്പോയിലർ ആവേണ്ട ആവശ്യമില്ല, പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. പക്ഷെ അതൊരു തിയേറ്ററിൽ വരുന്ന സമയത്ത് കാണുമ്പോൾ ഒരു കിടക്കാച്ചി സംഭവമാണ്. പോയിരുന്ന് കാണാം, വാച്ച് ചെയ്യാം. ലവ് യു ഓൾ. ടാറ്റ ബൈ ബൈ.